Hi, welcome back, and this is the last part of section B. Section B നമുക്ക് ഈ ഒരു പാർട്ടോട് കൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഇനി അടുത്തത് നമുക്ക് വാട്ട് മീറ്റേഴ്സ് ആണ് നോക്കാനുള്ളത്. ആദ്യം തന്നെ ലെറ്റ് സി എന്താണ് ഒരു വാട്ട് മീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം വാട്ട് മീറ്റർ നമുക്ക് ഇലക്ട്രിക് പവർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ആൻഡ് ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡയറക്ട്ലി വാട്ട്സിൽ തന്നെയാണ് നമ്മൾ ഇതിന്റെ, അതായത് വാട്ട് എന്ന യൂണിറ്റിൽ തന്നെയാണ് ഇതിന്റെ ആ ഒരു മെഷർമെന്റ് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത്. അവിടെ പിന്നെ വേറെ കൺവേർഷൻ ഒന്നും അവിടെ നമുക്ക് ആവശ്യമില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ താണ്ടി പറഞ്ഞേക്കുന്നത് ഇറ്റ് മെഷേഴ്സ് ട്രൂ പവർ എന്ന് പറഞ്ഞേക്കുന്നത്. ഈ ട്രൂ പവർ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേം ആണ്. ഒരു വാട്ട് മീറ്റർ ട്രൂ പവർ മെഷർ ചെയ്യുക എന്ന് പറയുമ്പം ട്രൂ പവർ തന്നെയാണ് അതിനകത്തുള്ള ആക്റ്റീവ് പവർ എന്ന് നമ്മൾ ഓർക്കുക. ആ ഒരു സമയത്ത് അതിലൂടെ കടന്നു പോകുന്ന പവർ എന്താണോ അതാണ് ആ ഒരു ട്രൂ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. അപ്പോ വാട്ട് മീറ്ററിനെ കുറിച്ച് നമ്മൾ എപ്പോൾ സംസാരിച്ചിരുന്നാലും ഈ ഒരു സിമ്പിൾ ഐഡിയ നമ്മൾ ഓർത്ത് വെക്കുക. ഒരു വാട്ട് മീറ്റർ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക് പവറിനെ വാട്ട്സിൽ തന്നെ മെഷർ ചെയ്ത് അതിന്റെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരു ഡി സി സർക്യൂട്ടിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു പവറിന്റെ ഇൻഡിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? അപ്പൊ ഫോർമുല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സി പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്ന് നമുക്കിവിടെ കാണാം. ആ ഒരു ഡി സി സർക്യൂട്ടിൽ അതിന്റെ ആ ഒരു ഫോർമുല. അവിടെ പി ആണ് പവർ എന്ന് പറയുന്നത്, വി അതാണ് അവിടുത്തെ ആ ഒരു വോൾട്ടേജ്, ആൻഡ് ഐ അതിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണ് ഐ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡി സി സർക്യൂട്ടില് power is equal to voltage multiplied by the current. ഓക്കെ, ഇനി എ സി സർക്യൂട്ടിൽ വരുമ്പോഴോ, എ സി സർക്യൂട്ടിൽ എഗെയിൻ നമുക്ക് ഇവിടെ കാണാം പി ഈക്വൽസ് വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ. പി ഈക്വൽസ് വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ എന്നാണ് നമുക്ക് എന്താ പറയേണ്ടത്. ആ ഒരു എ സി സർക്യൂട്ടിൽ ഇവിടെ കോസ് ഫൈ ആണ് അതിന്റെ ആ ഒരു പവർ ഫാക്ടർ നമ്മൾ എ സി സർക്യൂട്ടിനെ കാണുമ്പോൾ. അപ്പൊ ഇവിടെ വീണ്ടും പി ഇസ് ദ പവർ, വി ആണ് അവിടുത്തെ ആ ഒരു വോൾട്ടേജ്, ഐ ആണ് അതിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു കറണ്ട്, ആൻഡ് കോസ് ഫൈ ആണ് ആ ഒരു പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കറക്കേണ്ട കാര്യമില്ല. ഐ തിങ്ക് ദിസ് ഇൻഫർമേഷൻ ഇസ് സഫിഷ്യന്റ് എന്നുള്ളതാണ്. അപ്പോ ഒരു എ സി സർക്യൂട്ടില് ട്രൂ പവർ ആക്ച്വലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഒന്ന് വോൾട്ടേജിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു, കറണ്ടിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു, ആൻഡ് പവർ ഫാക്ടറിലും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് ആ ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ആണ്. അപ്പോൾ അതിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൽ രണ്ട് കോയിൽസ് ആണ് വരിക. ഒന്ന് കറണ്ട് കോയിലും വരുന്നു, ഒന്ന് പ്രഷർ കോയിലും അതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. സി, അപ്പോ ഇവിടെ ഇതിന്റെ കൺസ്ട്രക്ഷന് രണ്ട് കോയിൽസ് ഉപയോഗിക്കുന്നു അല്ലെ. ഒന്ന് കറണ്ട് കോയിൽ ഉപയോഗിക്കുന്നുണ്ട്, ആൻഡ് രണ്ടാമതൊന്ന് പ്രഷർ കോയിലും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ രണ്ട് കോയിലിന്റെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ആ ഒരു വാട്ട് മീറ്ററിന്റെ വർക്കിംഗ് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇസ് ഓൺ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഏതൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഈ രണ്ട് കോയിൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്സിന്റെ ഇന്ററാക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കറണ്ട് കോയിലിന്റെ കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോ കറണ്ട് കോയില് ഇവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോയിലാണ്, ആൻഡ് ഇറ്റ് ഇസ് കണക്റ്റഡ് ഇൻ സീരീസിലാണ് ആ ഒരു ലോഡുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോ ആ ഒരു എന്താ പറയേണ്ടത്, ലോഡ് കറണ്ടിനെ അത് ക്യാരി ചെയ്യുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ലോഡ് കറണ്ട് ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ റെസിസ്റ്റൻസ് ഇവിടെ ലോ ആണ്. അതൊരു കട്ടി കൂടിയ വയർ കൊണ്ടാണ് ഈ ഒരു കോയിൽ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർത്ത് വെച്ചോളുക, കറണ്ട് കോയിൽ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, അത് സീരീസിലാണ് കണക്ട് ചെയ്യുന്നത്, ലോ റെസിസ്റ്റൻസ് ആണ് അതിനുള്ളത്, ആൻഡ് ആ ഒരു തിക്ക് വയർ കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി പ്രഷർ കോയിലിന്റെ കാര്യം നമുക്ക് നോക്കാം. പ്രഷർ കോയിൽ ഇവിടെ മൂവബിൾ ആയിട്ടാണ് പ്രഷർ കോയിൽ കൊടുത്തിട്ടുള്ളത്, ആൻഡ് ഇറ്റ് ഇസ് കണക്റ്റഡ് അക്രോസ് ദ ലോഡ്. ഓക്കെ, അതായത് അക്രോസ് ദ ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു കറണ്ടിനെയാണ് അതിവിടെ ക്യാരി ചെയ്യുന്നത്. ആൻഡ് ഇവിടെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആയിരിക്കും, ആൻഡ് മറ്റത്
തിക്ക് വയർ കൊണ്ടാണെങ്കിൽ ഇവിടെ ഒരു ഫൈൻ വയർ കൊണ്ട് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ വയർ കൊണ്ടായിരിക്കും ഇത് നിർമ്മിച്ചിരിക്കുക. അപ്പൊ ഈ ഒരു പ്രഷർ കോയില് കറണ്ട് കോയിലിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, കറണ്ട് കോയിൽ ഫിക്സ്ഡ് ആണ് ആൻഡ് അതിന്റെ കണക്ഷൻ സീരീസിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പ്രഷർ കോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മൂവബിൾ ആണ് ആൻഡ് ഇറ്റ് ഇസ് കണക്റ്റഡ് അക്രോസ് ദ ലോഡ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ലെറ്റ് us look at the സീരീസ് റെസിസ്റ്റൻസ് വിത്ത് പ്രഷർ കോയിൽ. ആ ഒരു സീരീസ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് ആ ഒരു പ്രഷർ കോയിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതും വീണ്ടും ഇതിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഒരു ഹൈ ആയിട്ടുള്ള ഒരു നോൺ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസിനെയാണ് ഇവിടെ ഈ ഒരു പ്രഷർ കോയിൽസുമായിട്ട് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയേണ്ടത് ആ പ്രഷർ കോയിലിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ടിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ആ ഒരു പ്രധാന ഉദ്ദേശം. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു പ്രഷർ കോയിൽ സർക്യൂട്ടിന് ഒരു ഹൈ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടല്ലേ കറണ്ട് അവിടെ ലിമിറ്റ് ആകുന്നത്. ആൻഡ് ദാറ്റ് ഓൾസോ ഹെൽപ്സ് ടു കൺട്രോൾ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പോയിന്റർ, കൺട്രോൾ ആൻഡ് അതിന്റെ ഡാമ്പിംഗ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതിന്റെ പോയിന്റർ എന്ന് പറയുന്നത് ആ മൂവിംഗ് സിസ്റ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോ ആ ഒരു മൂവിംഗ് സിസ്റ്റം, ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഉള്ളില് മൂവ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ പോയിന്ററും ആ ഒരു സ്കെയിലിൽ നീങ്ങും എന്നുള്ളതാണ്. അപ്പോ ഇത് ആ മൂവിംഗ് സിസ്റ്റം എന്ന് വിചാരിക്കുക. ഇവിടെ നമുക്കൊരു സ്കെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ അത് വിചാരിക്കുക. ആൻഡ് ദർ ഇസ് ആ ഒരു മൂവിംഗ് സിസ്റ്റത്തിൽ ആ ഒരു പോയിന്റർ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു നീഡിൽ അവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് ആ ഒരു കറണ്ടിന്റെ ഫ്ലോ അനുസരിച്ച് ഇത് ഇങ്ങോട്ടും മാറുന്നത് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ആ ഒരു വർക്കിംഗ് അവിടെ വരുന്നത്. ആൻഡ് ഇതിനകത്ത് ആ ഒരു വാട്ട് മീറ്ററിൽ സ്പ്രിംഗ് കൺട്രോൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് സാധാരണ ആ ഒരു പോയിന്ററിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഒന്ന് സ്പ്രിംഗ് കൺട്രോളും ആ ഒരു എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങും ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലോ മെയിൻ ആയിട്ട് ആ ഒരു ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോ ഒരു ഡൈനാമോമീറ്റർ, വാട്ട് മീറ്റർ, ഇറ്റ് വർക്ക്സ് ഓൺ ഇലക്ട്രോഡൈനാമിക് എഫക്ട്. അപ്പോ കറണ്ട് ആ രണ്ട് കോയിൽസിലൂടെയും പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡുകൾ അവിടെ പ്രൊഡ്യൂസ്ഡ് ആണ്. ആൻഡ് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്ററാക്ഷൻ മുഖാന്തരമാണ് അവിടെ ആ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് ആ ഒരു പോയിന്ററെ അവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോ ആ ഒരു പോയിന്ററിന്റെ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ്സിന്റെ ഇന്ററാക്ഷൻ മുഖാന്തരം. ഏതൊക്കെ കോയിൽസ് എന്നുള്ളത്? കറണ്ട് കോയിൽ ആൻഡ് ദ പ്രഷർ കോയിൽ എന്ന് വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കോയിൽ കറൻസിനെ കുറിച്ച് നമുക്ക് ഇവിടെ ക്വിക്ക് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോ ആ ഒരു കറണ്ട് ഇസ് ഇൻ ദ ഫിക്സ്ഡ് കോയിൽ. ഇവിടെ ഏതാണ് ഫിക്സ്ഡ് കോയിൽ എന്ന് പറയുന്നത്? കറണ്ട് കോയിൽ ആണ് ഫിക്സ്ഡ് കോയിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോ ആ ഒരു ലോഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കറണ്ട് ആണ് ആ ഒരു ഫിക്സ്ഡ് കോയിലിൽ വരുന്ന ആ ഒരു കറണ്ട്. ആൻഡ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, സിമ്പൽ ഐ ആണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കറണ്ട്. ആൻഡ് ദെൻ വി സ്പോക്ക് അബൌട്ട് ദ കറണ്ട് ഇൻ ദ പ്രഷർ കോയിൽ. പ്രഷർ കോയിലിലെ കറണ്ട് ഇസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. കറണ്ട് കോയിലിലെ കറണ്ട് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ലോഡ് കറണ്ട്. ഓക്കെ, ആൻഡ് പ്രഷർ കോയിലിലെ ആ ഒരു കറണ്ട് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ്. ആൻഡ് അതിന് നമ്മൾ സിമ്പൽ വി അതിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വൺ കോയിൽ റെപ്രസെന്റ്സ് കറണ്ട് ആൻഡ് ദി അതർ കോയിൽ റെപ്രസെന്റ്സ് ദ വോൾട്ടേജ്. അതാണ് നമ്മൾ ഇതിന് ബേസിക്കലി മനസ്സിലാക്കേണ്ട സംഗതി. ഓക്കെ, സോ ഇതിനകത്ത് എ സി സർക്യൂട്ടിൽ എങ്ങനെയാണ് ആ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ എ സി സർക്യൂട്ടിന് ആ ഒരു ആവറേജ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു വി ഐ കോസ് ഫൈ. ഇതാണ്. ഓക്കെ, അപ്പൊ എ സി സർക്യൂട്ടിൽ ആവറേജ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ വാല്യൂ ഓഫ് ദിസ് കാൽക്കുലേഷൻ.
അപ്പോ അങ്ങനെ വരുമ്പോഴേക്കും ടി സബ് ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ഐ കോസ് ഫൈ. ഇവിടെ ടി സബ് ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലേ? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് വാല്യൂ. അപ്പൊ ഈ ഒരു വാല്യൂ ചേഞ്ച് ആകുന്നതനുസരിച്ച് ആ ഒരു ഡിഫ്ലക്ഷനിലും വ്യത്യാസം വരും എന്നുള്ളതാണ്. ഓക്കെ, നേരത്തെ നമ്മൾ ട്രൂ പവറിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ ഡിഫ്ലക്ഷൻ എപ്പോഴും ട്രൂ പവറിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും അത് വരിക എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കുക. അപ്പോ എന്താണ് ട്രൂ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പി ഈക്വൽസ് വി ഐ കോസ് ഫൈ. ഇതാണ് ട്രൂ പവർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോ ആ ഒരു വാട്ട് മീറ്ററിന്റെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ വാല്യൂ ഓഫ് ദിസ്. അതാണ് പി എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ട്രൂ പവറിന്റെ വാല്യൂ. അതാണ് അവിടെ കാണുന്നത്. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. വീണ്ടും ആ വാല്യൂ കൂടുന്നതനുസരിച്ച് ആ ഒരു എന്താ പറയണ്ടേ ഡിഫ്ലക്ഷൻ അതിനകത്ത് കൂടും. വാല്യൂ കുറയുന്നതനുസരിച്ച് ഡിഫ്ലക്ഷൻ അതിനകത്ത് കുറയും. അപ്പോ ട്രൂ പവറിന് പ്രൊപ്പോർഷണൽ ആണ് വാട്ട് മീറ്ററിന്റെ ഡിഫ്ലക്ഷൻ എന്ന് നമ്മൾ ഓർക്കുക. ഓക്കെ, ഇനി ഇതിന് എ സിയിലും ഡി സിയിലും ഉള്ള ആ ഒരു യൂസ് നമുക്ക് നോക്കാനാണെങ്കിലോ, ഒരു ഡൈനമോമീറ്റർ വാട്ട് മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് എ സിക്ക് ഉപയോഗിക്കാം, ഡി സിക്ക് ഉപയോഗിക്കാം. നമ്മൾ എ സി എന്താ പറയേണ്ടത്? അപ്പൊ ഈ ഒരു വാട്ട് മീറ്റർ രണ്ട് ടൈപ്പ് ഓഫ് സർക്യൂട്ടിനും ഒരേപോലെ യൂസ്ഫുൾ ആണ് എന്ന് നമ്മൾ ഓർക്കുക. ഇനി ഇതിന്റെ ഡി സിയിൽ നമ്മൾ പവർ മെഷർ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? ഓൺ ഡി സി ഇറ്റ് മെഷേഴ്സ് പി ഈക്വൽസ് വി ഐ എന്നാണ് അതിന്റെ ആ ഒരു മെഷർ വരുന്നത്. അത് എന്തുകൊണ്ടാ അത് അങ്ങനെ വരുന്നത്? ഡി സി സർക്യൂട്ടില് വാട്ട് മീറ്റർ മെഷേഴ്സ് പവർ ആസ് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ കറന്റ്. അങ്ങനെയാണ് ഒരു എന്താ പറയണ്ട പവറിനെ അതിനകത്ത് മെഷർ ചെയ്യുന്നത്. ഇനി ഇത് സെയിം സംഗതി എ സിയിൽ, കാരണം സെയിം ഇൻസ്ട്രുമെന്റ് നമ്മൾ ഡി സിക്കും എ സിക്കും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ എ സിയിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? പി ഈസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈ എന്നാണ് നമ്മൾ ഇതിനെ ഇവിടെ കാണേണ്ടത് അല്ലെ? അപ്പോ ഈ കോസ് ഫൈ ഇസ് ദ പവർ ഫാക്ടർ. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഇതിനകത്ത് അവിടെ വരിക. അപ്പൊ എ സി സർക്യൂട്ടില് വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത് ട്രൂ പവർ ആണെന്ന് പറയുന്നത് നമ്മൾ ഈ കോസ് ഫൈയും കൂടെ അതിനകത്ത് വരുന്ന ആ ഒരു റീസൺ, കാരണം ദാറ്റ് ഇസ് ദ ആക്ച്വൽ പവർ ഫാക്ടർ എന്നുള്ളത്. ഇനി ഈ ഡൈനമോമീറ്ററിന്റെ പ്രാധാന്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഡൈനമോമീറ്റർ എ സിയിലും ഡി സിയിലും ഉപയോഗിക്കാം. ഡൈനമോമീറ്റർ വാട്ട് മീറ്റർ എ സിയിലും ഡി സിയിലും ഉപയോഗിക്കാം. ആൻഡ് ലാബോറട്ടറി ടെസ്റ്റിംഗിന്റെ ആപ്ലിക്കേഷൻസിനും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പൊ അത് എ സി ഡി സിയുടെ ഈ ഒരു സൂട്ടബിലിറ്റി ഈ സെയിം ഇൻസ്ട്രുമെന്റ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആകുന്നല്ലേ. കാരണം എന്താ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് കാണേണ്ടത്, ഈ ഒരു രണ്ട് ഡിഫറെന്റ് മെഷീൻസ് നമുക്ക് ആവശ്യമില്ല. യു യൂസ് ദ സെയിം ഇൻസ്ട്രുമെന്റ്സ്. ഇനി വാട്ട് മീറ്ററിന്റെ കണക്ഷൻസിന്റെ കാര്യം ഒന്നും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ കോയിൽ കണക്ഷൻസ് എങ്ങനെയാണ് പറയുന്നത്? current coil is connected in series with the load and pressure coil is connected across the load. ഇത് ഈ പോയിന്റുകൾ നമ്മൾ ഇതിനകത്ത് ഓർത്തു വെക്കുക. അതുകൊണ്ടാണ് ഞാനത് വളരെയധികം എംഫസൈസ് ചെയ്ത് വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത് അല്ലെ. ആൻഡ് ഈ പോയിന്റുകൾ ഓർത്തു വെക്കുക എന്ന് പറഞ്ഞാൽ ഈ പോയിന്റുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ആൻഡ് കീപ് ഇൻ മൈൻഡ്, നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലെ. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അല്ല. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ നമ്മളൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഇതിനെ പഠിക്കണം. അപ്പൊ കറന്റ് കോയിൽ ഇസ് ഇൻ സീരീസ് ആൻഡ് പ്രഷർ കോയിൽ ഇസ് അക്രോസ് ദ ലോഡ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഇനി ഇവിടെ പൊളാരിറ്റിയുടെ പ്രാധാന്യം, ആ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്ന ആ കണക്ഷൻസിന്റെ പ്രാധാന്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, കറന്റ് പൊളാരിറ്റി ഈ വാട്ട് മീറ്റർ കണക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഫ് ഈദർ the current coil or the pressure coil അതിന്റെ കണക്ഷൻ റിവേഴ്സ് ചെയ്താൽ, അതായത് പോസിറ്റീവ് നെഗറ്റീവിലും നെഗറ്റീവ് പോസിറ്റീവിലുമായി റിവേഴ്സ് ചെയ്തു പോയാല് എന്താ സംഭവിക്കുക? നമ്മുടെ ഡിഫ്ലക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. അപ്പൊ റിവേഴ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡിഫ്ലക്ടറും ആ ഒരു റിവേഴ്സ് ഡയറക്ഷനിലേക്ക് അങ്ങ് പോകും എന്നുള്ളതാണ്. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്ട് മീറ്റേഴ്സിന്റെ ടെർമിനൽ ഉണ്ടല്ലോ, അത് സാധാരണഗതിയിൽ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക്ഡ് ആണ്. അപ്പോൾ ഈ മാർക്കിങ്സ് ആണ് നമ്മളെ ആ ഒരു കറക്റ്റ് കണക്ഷനിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നത്.
അപ്പൊ കറക്റ്റ് കണക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പോയിന്ററിന്റെ ഡിഫ്ലക്ഷൻ, വേറെ കുഴപ്പമൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ആ പോയിന്ററിന്റെ ഡിഫ്ലക്ഷൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങ് പോകും എന്നുള്ളതാണ്. ഇനി വാട്ട് മീറ്ററിനകത്ത് വരുന്ന എറേഴ്സ് എങ്ങനെയൊക്കെയാണ്? ഓക്കെ, ആദ്യത്തെ എറർ എന്ന് പറയുന്നത് പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ് എറർ ആണ് ആദ്യം ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളത്. അതാണ് നമ്മൾ ഇവിടെ കാണുന്ന പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ് എറർ. അപ്പൊ എന്താണ്, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു വാട്ട് മീറ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രഷർ കോയിൽ കറന്റ് ഷുഡ് ബി എക്സാക്ട്ലി ഇൻ ഫേസ് വിത്ത് ദ അപ്ലൈഡ് വോൾട്ടേജ്. അത് ആ അപ്ലൈഡ് വോൾട്ടേജിന്റെ ഫേസിന് സിമിലർ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇൻ പ്രാക്ടീസ് പ്രഷർ കോയിലിന് ഇൻഡക്റ്റൻസ് ഉണ്ട്. ഈ ഒരു ഇൻഡക്റ്റൻസ് ഉള്ളത് കൊണ്ട് അതിന്റെ ആ ഒരു കറണ്ട് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലാഗ് ചെയ്യും ബിഹൈൻഡ് ദ വോൾട്ടേജ്. കുറച്ചൊരു ലാഗ് അവിടെ വരും. അപ്പൊ ഈ ഒരു ലാഗ് ഇമ്മീഡിയറ്റ് ഡിഫ്ലക്ഷന് കാരണമാകുന്നില്ല. അപ്പൊ ഡിഫ്ലക്ഷന് അവിടെ ഒരു 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 എറർ, ഒരു ഡിഫ്ലക്ഷൻ എറർ അത് മുഖാന്തരം വരും. പ്രത്യേകിച്ചും ലോ പവർ ഫാക്ടർ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സമയത്ത്. അപ്പോ ഈ പ്രഷർ കോയിലിന്റെ ഇൻഡക്റ്റൻസ് എറർ എന്ന് പറയുന്നത് ഇസ് കണക്റ്റഡ് വിത്ത് ഫേസ് ഡിഫറൻസ് കോസ്ഡ് ബൈ ഇൻഡക്റ്റൻസ് ഇൻ എ പ്രഷർ കോയിൽ. ഇനി മറ്റൊരു എറർ എന്ന് പറയുന്നത് പ്രഷർ കോയിൽ കപ്പാസിറ്റൻസ് എറർ ആണ്. മറ്റൊരു എറർ ഇവിടെ വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോ എന്താണ്, ഈ ഒരു പ്രഷർ കോയിൽ സർക്യൂട്ടിന്റെ ഉള്ളിലുള്ള കപ്പാസിറ്റൻസും ഈ ഒരു ഫേസ് റിലേഷൻഷിപ്പിനെ സ്വാധീനിക്കും അല്ലെങ്കിൽ എഫക്ട് ചെയ്യും. അപ്പോ ഫേസ് റിലേഷൻഷിപ്പ് എഫക്റ്റഡ് ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു എറർ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു എറർ ബേസിക്കലി അതിന്റെ ആ ഒരു പ്രഷർ കോയിൽ സർക്യൂട്ടിലെ കപ്പാസിറ്റൻസിനെ ബേസ് ചെയ്താണ് വരുന്നത്. ഇനി മറ്റൊരു കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു എറർ എന്ന് പറയുന്നത് ഇസ് ദ കണക്ഷൻ എറർ. അപ്പോ ഇവിടെ നമ്മൾ നോക്കുക, വാട്ട് മീറ്റർ തന്നെ ആ ഒരു മീറ്ററിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അത് കുറച്ച് പവർ അത് കൺസ്യൂം ചെയ്യും. അത് ഡിപ്പെൻഡ് ചെയ്യും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ വാട്ട് മീറ്റർ ഇസ് കണക്റ്റഡ്. നമ്മൾ എങ്ങനെ ആ ഒരു വാട്ട് മീറ്ററിന്റെ കണക്ഷൻ കൊടുത്തേക്കുന്നു അതനുസരിച്ചിരിക്കും. അപ്പോ ഒന്നുകിൽ കറണ്ട് കോയിൽ അല്ലെങ്കിൽ പ്രഷർ കോയിൽ മേ ഇൻക്ലൂഡ് അഡീഷണൽ പവർ ലോസ്. ആ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു അഡീഷണൽ പവർ ലോസ് അവിടെ ഉണ്ടാകാം. അപ്പോ കണക്ഷൻ എറർ എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് റിലേറ്റഡ് ടു ദ പവർ കൺസ്യൂംഡ് ബൈ ദ വാട്ട് മീറ്റർ ഇറ്റ് സെൽഫ്. അപ്പൊ എന്തുകൊണ്ട് ഒരു വാട്ട് മീറ്ററിൽ കണക്ഷൻ എറർ സംഭവിക്കാം എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഇസ് ബിക്കോസ് ഓഫ് ദ പവർ കൺസ്യൂംഡ് ബൈ ദ വാട്ട് മീറ്റർ ഇറ്റ് സെൽഫ് ആൻഡ് ഹൗ ദറ്റ് പവർ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ റീഡിംഗ് എന്നുള്ളതും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇനി മറ്റ് ഒരു കോമൺ എറർ എന്ന് പറയുന്നത് ഇസ് ദ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് എറർ അല്ലെ. അപ്പോ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടല്ലോ, അത് ശരിക്കും ആ ഒരു മാഗ്നറ്റിക് ഇന്ററാക്ഷനെ അത് എഫക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു മീറ്ററുമായിട്ട് ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധമില്ലാത്ത മാഗ്നറ്റിക് ഫീൽഡാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അത് ഈ കോയിൽസ് തങ്ങളിലുള്ള ആ ഒരു മാഗ്നറ്റിക് ഇന്ററാക്ഷനെ അത് കൂട്ടുകയോ കുറയ്ക്കുകയോ അത് മറ്റൊരു ദിശയിലേക്ക് മാറ്റുകയോ ഒക്കെ ചെയ്യും. അപ്പോ ആ ഒരു മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ഏതെങ്കിലും തരത്തിൽ എഫക്റ്റഡ് ആയാൽ ആ റീഡിങ്ങും അവിടെ എഫക്റ്റഡ് ആയിട്ട് വരും. അപ്പൊ അതിന് നമുക്ക് പ്രതിവിധി എന്താണ്? ഷീൽഡിങ് ഉപയോഗിക്കുക, ഈ ഒരു ഇൻസ്ട്രുമെന്റിനെ ഷീൽഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ സ്ട്രേ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രേ മാഗ്നറ്റിക് എറർ ഒഴിവാക്കുന്നതിന് ഷീൽഡിങ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു എഡി കറന്റ് എററും ഇതിനകത്ത് വരും. അപ്പോ എഡി കറന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് ആ ഒരു മെറ്റാലിക് ആയിട്ടുള്ള പാർട്സിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരുന്ന കറന്റ് ആണ് എഡി കറന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ എഡി കറന്റ് വിൽ എഫക്ട് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനെ എഫക്ട് ചെയ്ത് അത് എററിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പൊ എഡി കറന്റ് ഇസ് കണക്റ്റഡ് വിത്ത് എഡി കറന്റ്സ് ഇൻ എഡി കറന്റ് എറർ ഇസ് കണക്റ്റഡ് വിത്ത് എഡി കറന്റ്സ് ഇൻ മെറ്റാലിക് പാർട്സ് ഓഫ് ദ വാട്ട് മീറ്റർ. ഇനി മെറ്റാലിക് പാർട്സ് തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് ടെമ്പറേച്ചർ എററും വരാം. ദിസ് ഇസ് ദ ഫൈനൽ എറർ നമ്മുടെ ആ ഒരു ഡിസ്കഷനിലുള്ളത്. അപ്പോ ടെമ്പറേച്ചർ എന്താ ചെയ്യുന്നത്? ആ ഒരു കോയിൽ റെസിസ്റ്റൻസിനെ അത് മാറ്റും, അത് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് കോയിലിന്റെ റെസിസ്റ്റൻസ് അവിടെ മാറും.
അപ്പൊ പ്രഷർ കോയിൽ റെസിസ്റ്റൻസിനെയാണ് ഇവിടെ പ്രത്യേകിച്ചും ഈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച് മുഖാന്തരം സ്വാധീനിക്കുന്നത്. അപ്പോ റെസിസ്റ്റൻസ് മാറുമ്പോ റീഡിംഗ് അവിടെ ഓൾട്ടർ ചെയ്യപ്പെടും. അപ്പൊ ടെമ്പറേച്ചർ എറർ ഇസ് കോസ്ഡ് ബൈ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ കോയിൽ റെസിസ്റ്റൻസ്, പ്രത്യേകിച്ചും ആ ഒരു പ്രഷർ കോയിൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി പൊതുവെ എങ്ങനെ നമുക്ക് ഈ ഒരു വാട്ട് മീറ്റേഴ്സിൽ ആ ഒരു എറേഴ്സ് റെഡ്യൂസ് ചെയ്യാം? അപ്പോ റെഡ്യൂസിങ് പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ് എറർ, അതെങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം? പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ് എറർ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം? ബൈ യൂസിങ് എ ഹൈ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ദ പ്രഷർ കോയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഹൈ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്ത് പ്രഷർ കോയിലിന്റെ കൂടെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു സെയിം ഹൈ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ദാറ്റ് ലിമിറ്റ്സ് ദ കറന്റ് will also help reduce the pressure coil inductance error. അപ്പോൾ അത് ഒന്ന് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ റെസിസ്റ്റൻസ് തന്നെ ഈ ഒരു ഇൻഡക്റ്റൻസ് എററിനെയും ഇവിടെ കുറച്ച് കൊണ്ടുവരും എന്നുള്ളതാണ്. ഇനി ആ ഒരു സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ നേരത്തെ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോയിരുന്നല്ലേ, അതിന് നമുക്ക് മാഗ്നറ്റിക് ഷീൽഡിംഗ് തന്നെയാണ്, അതിനെ മാഗ്നറ്റിക് ഷീൽഡിംഗ് ആ ഒരു മെഷീനിന് കൊടുക്കുക എന്നുള്ളത്. അപ്പം ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡുകൾ ഈ ഇൻസ്ട്രുമെന്റിനെ ബാധിക്കാതെ അത് തടയും എന്നുള്ളതാണ്. അപ്പൊ ഓർക്കേണ്ട കാര്യം, സ്ട്രേ ആയിട്ടുള്ള മാഗ്നറ്റിക് എറർ എന്ന് പറയുന്നത് ഇസ് റെഡ്യൂസ്ഡ് ബൈ മാഗ്നറ്റിക് ഷീൽഡിംഗ്. അതേപോലെ ഈ ഒരു ടെമ്പറേച്ചർ എറർ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? ടെമ്പറേച്ചർ എറേഴ്സ് ആർ റെഡ്യൂസ്ഡ് ബൈ യൂസിങ് സൂട്ടബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് ഉപയോഗിക്കണം. നമുക്കിപ്പം തണുപ്പിച്ച ഒരു റൂമിൽ വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഇത് ഉപയോഗിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല അല്ലേ? അപ്പോൾ ഈ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് അതിന്റെ റെസിസ്റ്റൻസിൽ കൊണ്ടുവരുന്ന എഫക്റ്റിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ സൂട്ടബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആ ഒരു ആക്യുറസിയെ സ്വാധീനിക്കാതിരിക്കും, ആക്യുറസി കറക്റ്റ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇത് ഈ ഒരു മെഷീൻ ഏത് ടെമ്പറേച്ചറിൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണ് ഇത് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കി ആ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മെറ്റീരിയൽസ് അതിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി എഡി കറൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, അത് എങ്ങനെയാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക? അത് കൃത്യമായിട്ടുള്ള ഡിസൈനിങ്ങിലൂടെ എഡി കറൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കൂടാതെ ആവശ്യമില്ലാത്ത അൺനെസസറി ആയിട്ടുള്ള മെറ്റാലിക് പാർട്സ് ഷുഡ് ബി അവോയ്ഡഡ് നിയർ മാഗ്നറ്റിക് ഫീൽഡ്സ്. ആവശ്യമില്ലാത്തൊരു മെറ്റാലിക് പാർട്ട് അത് വേറെ എവിടെയെങ്കിലും സ്ഥാപിക്കാൻ കഴിയുന്നതാണെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അടുത്തുനിന്ന് അതിനെ മാറ്റിക്കൊണ്ടുപോവുക അല്ലെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ വീണ്ടും അതിന്റെ ഡിസൈൻ ഭാഗത്ത് തന്നെ നമ്മൾ ഈ ഒരു എഡി കറന്റ് എറർ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പഴുതുകൾ അവിടെ ഇടണം അല്ലെ. Now let's quickly have a look at the comparison. എനർജി മീറ്ററും ആ ഒരു വാട്ട് മീറ്ററും നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ മെഷേർഡ് ക്വാണ്ടിറ്റിയെ കുറിച്ച് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിലോ, എനർജി മീറ്റർ മെഷർ ചെയ്യുന്ന എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയാണ് മെഷർ ചെയ്യുന്നത്. വാട്ട് മീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ പവർ ആണ് അത് മെഷർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതിന്റെ ആ ഒരു ബേസിക് ഡിഫറൻസ് ഇവിടെ വളരെ ക്ലിയർ ആണ്. എനർജി മീറ്റർ കൊണ്ട് എനർജി മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നു, ആൻഡ് വാട്ട് മീറ്റർ കൊണ്ട് പവർ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി ആ ഒരു പവറും എന്താ പറയേണ്ടത്, എനർജിയും ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ നമുക്കിവിടെ നോക്കാനാണെന്നുണ്ടെങ്കിലോ, അപ്പോൾ പവറും എനർജിയുമായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ടെങ്കിലോ, പവർ എന്ന് പറയുന്നത് ഇസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് ഇലക്ട്രിക്കൽ വർക്ക്. ആ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു റേറ്റ് ഓഫ് ഡൂയിങ് ദ വർക്ക് ആണ് പവർ എന്ന് പറയുന്നത്. ആൻഡ് എനർജി എന്താണ്? എനർജി ഇസ് ദ ടോട്ടൽ വർക്ക് ഡൺ ഓവർ ടൈം. അപ്പൊ അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത് എനർജി ഇസ് ഈക്വൽ ടു പവർ ഇൻ ടു ടൈം എന്ന് വരും. അപ്പോ പവർ എന്താണ്? പവർ ഇസ് ഓൾവേസ് റിലേറ്റഡ് ടു ദ റേറ്റ്, ആൻഡ് എനർജി ഇസ് ഓൾവേസ് റിലേറ്റഡ് ടു ദ ടോട്ടൽ എമൗണ്ട് ഓവർ ടൈം. അപ്പൊ നമുക്ക് പറയാം, എനർജി ഇസ് ഈക്വൽ ടു എന്തുമാത്രം പവർ ഉപയോഗിച്ചു, എത്ര നേരത്തേക്ക് ഉപയോഗിച്ചു.
അതെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ടോട്ടൽ എനർജി അവിടെ കിട്ടുന്നത്. സോ എനർജി ഇസ് ദ ടോട്ടൽ വർക്ക് ഡൺ ഓവർ ടൈം ആൻഡ് പവർ ഇസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് ഇലക്ട്രിക്കൽ വർക്ക് എന്നുള്ളതാണ്. ഇനി ഈ ഓരോ ഇൻസ്ട്രുമെന്റ്സും തരുന്ന ആ ഒരു റീഡിങ്ങിനെ കുറിച്ച് ഒന്നും കൂടെ ഞാനൊന്ന് പറയട്ടെ. വാട്ട് മീറ്റർ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് പവർ റീഡിംഗ് ആണ് നമുക്ക് തരുന്നത്. ആൻഡ് അത് ഓൾറെഡി നമ്മൾ വാട്ട്സിലാണ് ആ ഒരു റീഡിങ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഷോസ് പവർ ബീങ് കൺസ്യൂംഡ്. ആ ഒരു മൊമെന്റില് കൺസ്യൂം ചെയ്യുന്ന പവറിനെയാണ് അതവിടെ കാണിക്കുന്നത്. എന്നാൽ എനർജി മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കോ അത് റെക്കോർഡ് ചെയ്യുന്ന എന്താണ്? ആ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള പവർ എനർജി കൺസപ്ഷൻ ഇൻ കിലോ വാട്ട് അവേഴ്സ്. നമ്മുടെ വീട്ടിലെ മീറ്റർ അല്ലേ? അപ്പൊ വാട്ട് മീറ്റർ ഗിവ്സ് ആ ഒരു നിമിഷം എന്തുമാത്രം പവർ അവിടെ വരുന്നുണ്ടെന്നുള്ളത് വാട്ട് മീറ്റർ തരുമ്പോ, എനർജി മീറ്റർ ടോട്ടൽ എനർജി ഓവർ ടൈം, ടോട്ടൽ നമ്മൾ ഉപയോഗിച്ചതിന്റെ ഓവർ ടൈം ആണ് അവിടെ എടുക്കുന്നത്. അതായത് ഇത്ര ദിവസത്തേക്ക് ഇത്ര, അല്ലെ ഇത്ര മണിക്കൂറിന് ഇത്ര എന്നൊക്കെയുള്ള ആ ഒരു കണക്ക്. ഇനി ഈ രണ്ട് ഇൻസ്ട്രുമെന്റ്സിന്റെയും കൺസ്ട്രക്ഷനിൽ വരുന്ന ഡിഫറൻസസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിനകത്ത് ആ ഒരു റൊട്ടേറ്റിംഗ് ആയിട്ട് ഉള്ള അലൂമിനിയം ഡിസ്ക് ഉണ്ടല്ലേ, ആൻഡ് അതിന് ആ നമ്പേഴ്സ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു മെക്കാനിസവും അതിനകത്തുണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സംഗതികളാണ്. ഒരു ഡൈനമോമീറ്റർ വാട്ട് മീറ്ററിലോ അതിനകത്തൊരു കറണ്ട് കോയിലാണുള്ളത്, ഒരു പ്രഷർ കോയിലും അതോടൊപ്പം ഉണ്ട്, ആൻഡ് ആ ഒരു പോയിന്റർ. കാരണം അത് ആ ഒരു ഇൻസ്റ്റന്റിലെ റീഡിംഗ് മാത്രം നമുക്ക് മതി, അത് റീഡിംഗ് ഓവർ ടൈം നമുക്ക് വേണ്ട. അപ്പൊ എനർജി മീറ്ററിന് ആ ഒരു ഡിസ്ക് എന്തുമാത്രം കറങ്ങുന്ന, നമ്മുടെ ഇലക്ട്രിസിറ്റി മീറ്ററിനകത്ത് നോക്കിയാൽ ആ ഒരു ഡിസ്ക് ഇരുന്ന് കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. എന്നാൽ വാട്ട് മീറ്റർ ആ ഒരു പോയിന്റർ ഇൻഡിക്കേഷൻ ആണ് നമുക്ക് തരുന്നത്, റൈറ്റ്? അപ്പൊ ബേസിക്കലി വാട്ട് മീറ്റർ ആ ഒരു പവർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റും എനർജി മീറ്റർ ആ ഒരു എനർജി എന്തുമാത്രം ഉപയോഗിച്ചു എന്നുള്ളതിന്റെ ആ ഒരു റെക്കോർഡിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ആൻഡ് ആ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഇവിടെ കണ്ടോ? അപ്പൊ ഇത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മളൊന്ന് ഓർത്തു വെച്ചോളുക. വാട്ട് മീറ്ററിന്റെ റീഡിംഗ് എങ്ങനെയാണ്? വാട്ട് മീറ്റർ റീഡിംഗ് ഈസ് ഈക്വൽ ടു VI cos phi. ആൻഡ് എനർജി മീറ്ററിന്റെ റീഡിംഗ് എങ്ങനെയാണ് അവിടെ വരുന്നത്? ആ VI cos phi ഇൻടു ടൈം ഫാക്ടറും കൂടെ അവിടെ അതിനകത്ത് എടുക്കുന്നത്. അതാണ് അതിനകത്ത് വരുന്ന ആ ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലേ, റൈറ്റ്? സോ ഇതോടുകൂടി നമ്മൾ ഈ ഒരു പാർട്ട് ബി കംപ്ലീറ്റ് ആക്കി, സെക്ഷൻ ബി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. So thank you very much for watching this lesson, and you have an excellent day ahead. See you in the next class.